സവർണർ എന്ന് പറയുന്നത് 100% ഉള്ള ഒരു സമൂഹത്തിൽ ഒരു 60% സവർണറാണ്. വെറും 20% അല്ലെങ്കിൽ 15% കിടക്കുന്ന ഈ അവസരം കിട്ടണം. ഈ ദാരിദ്ര്യത്തിലേക്ക് താഴെ കിടക്കുന്ന ആയുഷ്കാലം ദാരിദ്ര്യത്തിലേക്ക് തന്നെ കിടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിഭാഗം ഏതാണ്? ഈഴവരാണ്. ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ 28% ഈഴവരും 18% ഉള്ള നായരുമാണ് ഹിന്ദു സമുദായത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളവര്. ബാക്കിയുള്ള ഈ ഇപ്പൊ പറഞ്ഞ ST/SC വിഭാഗം ഒക്കെ കേവലം 5-6% അവർക്കാണല്ലോ ഇപ്പൊ പ്രിവിലേജ് കൊടുത്തവർ കയറി വരുന്നത്. എവിടെ ഒരു പ്രിവിലേജ് ദ്രൗപദി മുർമു കേരളക്കാരനാണ്. ഇന്ത്യയുടെ കാര്യമാണല്ലോ പറയുന്നത്. അല്ല നാരായണൻ എത്ര വർഷമായി എത്ര വർഷമായി അങ്ങനെ ഒരാളെ പറയാനുണ്ട്. നിങ്ങൾ വില്ലേജ് ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ടാക്സ് ഓഫീസിലേക്കോ എവിടെയെങ്കിലും ഒന്ന് ചെന്ന് നോക്കി, മിക്ക സൂപ്പർ പദവികളിൽ, അതായത് ഗസറ്റഡ് പദവികൾ ഇരിക്കുന്നതെല്ലാം SC/SC വിഭാഗക്കാരാണ്. അവർക്ക് കിട്ടണം, അത് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഇല്ലെന്നാണല്ലോ ഇയാൾ പറയുന്നത്. ഇയാളിപ്പോ കഴിഞ്ഞ ദിവസം അയ്യങ്കാളിലേക്ക് മറ്റേ പദപ്പിക്കാനായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇത്രയും പേരുള്ള ഒരു സമൂഹത്തിൽ 1, 2, 3, 4, 5 ഓഫീസിൽ ആകെ എനിക്ക് തോന്നുന്നത് ഇവർക്ക് കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് 10%, 15% കൂടെ സംവരണമാണെന്നാണ് തോന്നുന്നത്. എത്ര ജനപ്രതിനിധികളുണ്ട് ഈഴവ സമുദായം, സോറി ST/SC സമുദായത്തിൽ നിന്നും അറിയാമോ നിങ്ങൾക്ക്? എത്ര ജനപ്രതിനിധികളുണ്ട്? ഒരാളല്ലേ ഉള്ളൂ. ആര്? എന്താ അവരുടെ പേര്? ഞാൻ പറഞ്ഞു, രാധാകൃഷ്ണൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ നിലവില്. ബാക്കി അല്ല, കൊടുക്കുന്നിൽ സുരേഷ് ആണെന്നാണ് പഴയതിൽ നിന്ന് ഒരുപാട് മാറിയില്ലേ? പണ്ട് അമ്പലത്തിൽ പൂജ ചെയ്യാൻ ഈഴവരെ സമ്മതിക്കുമായിരുന്നോ? ഇല്ല. ഇന്ന് എത്ര ഈഴവശാന്തിമാർ, എത്രയോ പ്രശസ്തരായ അമ്പലങ്ങളിൽ ഈഴവശാന്തിമാരുണ്ട്. 100% മാറിയോ? 100% മാറുന്നു. 100% മാറ്റത്തിലേക്കാണ് നമ്മൾ നടക്കുന്നത്. മാറാത്തോളം വേടനെ പോലുള്ളവർ ഇത്തരത്തിലുള്ള അരാജകത്വങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് നല്ലതാണ്. ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയാമോ? താങ്കൾ പറഞ്ഞു ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. മാറ്റമില്ലാത്ത സമൂഹത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? ആ മാറ്റമുണ്ട്. 100% മാറിയോ? 100% മാറിക്കൊണ്ടിരിക്കുന്നല്ലോ. മരണപ്പെട്ടു. ദുരാചാര കൊല എന്ന് കേട്ടിട്ടുണ്ടോ താങ്കൾ? കെവിൻ എന്ന് പറയുന്നത് കെവിന്റെ അല്ല, നീതുവിന്റെ ആങ്ങളയ്ക്കും അച്ഛനും വിവരമില്ലാഞ്ഞിട്ട് അവർ മാത്രമാണ്. അതൊരു സമൂഹത്തെ മുഴുവൻ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പറ്റില്ല നമുക്ക്. സമൂഹത്തിനെ മുഴുവനല്ല കുറ്റപ്പെടുത്തുന്നത്. ഇന്നും 100% മാറിയിട്ടില്ല. നീനു മാറിയില്ലല്ലോ. നീനു അവളുടെ കാമുവിന്റെ വീട്ടിൽ താമസിച്ചില്ലേ? അന്തസ്സായിട്ട് താമസിച്ചില്ലേ? അതാണ്. അപ്പൊ ഒരേ വീട്ടിൽ പല സ്വഭാവക്കാരുണ്ടാവും എന്ന് വെച്ചിട്ട് എല്ലാവരും മോശക്കാരാണോ? ആണ്. അതുകൊണ്ടാണ് താങ്കളോട് ഞാൻ ഇപ്പോഴും പറയുന്നത്, ഈ സ്വാഭാവികമായി താങ്കൾ പറഞ്ഞ ഈ 100% ആയിട്ടില്ല എന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 100% ജാതി വ്യവസ്ഥ പറയട്ടെ, 100% ജാതി വ്യവസ്ഥകൾ ഉണ്ടായിരുന്ന സമയത്താണ് ശ്രീനാരായണ ഗുരു, മഹാത്മാ അയ്യങ്കാളിയൊക്കെ സമരം ചെയ്ത് അത് 50%-ലേക്ക് 40% ഇപ്പോഴും ഒരു 20 അയാളുടെ പാട്ടുകളും അയാളുടെ സൃഷ്ടികളുമാണ് അയാളുടെ സമരം. കാശ് മേടിച്ച് സ്റ്റേജിൽ നിന്ന് പാട്ട് പാടുന്ന എന്ത് സമരമാണോ? എന്ത് അയ്യങ്കാളി കാശ് മേടിച്ചിട്ടല്ല സമരം ചെയ്തത്. ശ്രീനാരായണോട് പ്രതിഫലം, അതാണ് സമരം, അതാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. പ്രതിഫലം അവർ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നന്മയായിരുന്നു. വേടൻ അതല്ല. വേടന്റെ സ്റ്റേജിന് 5 ലക്ഷം 6 ലക്ഷം, പുറത്താണെങ്കിൽ 15 ലക്ഷം എണ്ണം വെച്ച് കാശ് മേടിച്ചാണ് അതിനെ നമ്മൾ ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല ഞാൻ നവോത്ഥാനം ഉണ്ടാക്കുവാണെന്ന്. നവോത്ഥാനം അല്ലേ പിന്നെ അയാൾ ചെയ്യുന്ന? പിന്നെ എന്താ നവോത്ഥാനം എന്ന് പേരിടരുത്. അയാൾ പാട്ട്, അയാൾ മാർക്കറ്റ് ചെയ്ത്, അയാൾ ഗായകനാണ്, മാർക്കറ്റ് ചെയ്യുന്നു. അയാൾക്ക് ജനങ്ങളുടെ വികാരത്തെ മാർക്കറ്റ് ചെയ്ത് കാശ് മേടിക്കുന്നു. ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അയാൾക്ക്